നമസ്കാരം. ദേവസൈന്യ ടെയിൽസ് ബൈ സ്മൃതിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 60ലേക്കും ഏവർക്കും സ്വാഗതം. രാസക്രീഡ അധ്യായം 6. ശ്രീശുക മഹർഷി പറഞ്ഞു, ശ്രീ ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തപ്പോൾ അനന്യനാഥകളായ ഗോപികൾ അത്യന്തം പരിതപിച്ചു. അവർ അത് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രിയതമന്റെ ഓരോ ലീലകളും വിലാസങ്ങളും നർമ്മഭാഷണങ്ങളും ഓർത്തോർത്ത് അവരുടെ മനസ്സ് നാഥനിൽ സ്തംഭിച്ചു നിന്നു. ഭാവബലത്താൽ തങ്ങളുടെ വ്യക്തിത്വത്തെ നിശേഷം മറന്ന് പ്രാണേശ്വരന്റെ ഗതി, സ്മിതം, പ്രേക്ഷണം, ഭാഷണം എന്നിവകളിൽ തന്മയത്വം പ്രാപിച്ച് ഗോപികൾ ഞാൻ കൃഷ്ണൻ, ഞാൻ കൃഷ്ണൻ എന്ന ഭാവാവസ്ഥയെ പ്രാപിച്ചു. ബാഹ്യബോധം വന്നപ്പോൾ വിരഹതാപം ഹൃദയത്തെ ദഹിപ്പിച്ചു തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് ഉന്മത്തകളെ പോലെ പ്രിയ രമണന്റെ കല്യാണ ഗുണങ്ങളെ ഉച്ചത്തിൽ കീർത്തിച്ചുകൊണ്ട് കാടായ കാടെല്ലാം തേടി നടന്നു. ആകാശം പോലെ സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന മഹാപുരുഷനെ കണ്ടുവോ കണ്ടുവോ എന്ന് വൃക്ഷലതാദികളോടും കൂടി ചോദിച്ചു നടന്നു. ഹേ അശ്വത്ഥമേ, പ്ലക്ഷമേ, നന്ദകുമാരൻ പ്രേമഹാസ കടാക്ഷങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ട് പോയിക്കളഞ്ഞു. ആ ഹൃദയചോരനെ നിങ്ങൾ എങ്ങാനും കണ്ടുവോ? ഹേ അശോകമേ, ഹേ നാഗമേ, പുന്നാഗമേ, ചെമ്പകമേ, ഗർവിഷ്ഠകളായ ഞങ്ങളുടെ അഹങ്കാരത്തെ സ്മിതമാത്രത്താൽ ഹരിച്ച രാമാനുജൻ ഈ വഴിക്ക് പോയതായി കണ്ടുവോ? ഹേ തുളസി, കല്യാണി, നീ ഗോവിന്ദ ചരണപ്രിയയാണല്ലോ. നിന്നെ എപ്പോഴും ധരിക്കുന്ന പ്രാണവല്ലഭനായ അച്യുതനെ നീ കണ്ടുവോ? പറയൂ. ഹേ മാലതി, മല്ലികേ, പിച്ചകമേ, യൂധികേ, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ മാധവന്റെ കരസ്പർശ ഭാഗ്യം ലഭിച്ചതുപോലെ തോന്നുന്നു. മുകുന്ദൻ ഏതു വഴിക്ക് പോയെന്ന് പറഞ്ഞു തരുമോ? ഹേ പരോപകാരികളായ ചൂതമേ, പനസമേ, ജംബൂവൃക്ഷമേ, ബില്വമേ, ബകുളമേ, കദംബമേ, നീപമേ, കൃഷ്ണൻ ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോയി. തന്മൂലം ശുദ്ധശൂന്യങ്ങളായി തീർന്ന ഞങ്ങൾക്ക് നിങ്ങൾ കൃഷ്ണൻ പോയ മാർഗം പറഞ്ഞു തരുമോ? ഹേ ഭൂമിദേവി, അവിടുത്തെ പോലെ സുഹൃതിനി ആരുണ്ട്? ശ്രീ കേശവന്റെ അംഘ്രി സ്പർശത്താൽ ഉത്സവയുക്തയായ ഭവതിയുടെ ബാലതൃണങ്ങളാകുന്ന രോമങ്ങൾ പുളകം കൊണ്ട് നിവർന്നു നിൽക്കുന്നുവല്ലോ. അത് കൃഷ്ണൻ മുമ്പ് വരാഹമൂർത്തിയായി അവതരിച്ചപ്പോൾ ആലിംഗനം ചെയ്തതുകൊണ്ടോ അതോ വാമനനായി അവതരിച്ചപ്പോഴുണ്ടായ പാദസ്പർശം കൊണ്ടോ അതോ ഇപ്പോൾ സാക്ഷാത്തായി സിദ്ധിച്ച ശ്രീചരണ സംഘം കൊണ്ടോ പറഞ്ഞാലും അമ്മേ, കൃഷ്ണനെ കാണാതെ ഞങ്ങൾ തളർന്നു പരവശരായിരിക്കുകയാണ്. ഭവതിയുടെ ഏതു ഭാഗത്തുകൂടിയാണ് പ്രഭു ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു തരണമേ. ഹേ സഖി മാൻപേടെ, അച്യുതൻ നിങ്ങളുടെ സമീപത്തുകൂടെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടെ ഒരു പ്രിയയും ഉണ്ടായിരുന്നിരിക്കണം. കാരണം കൃഷ്ണന്റെ ശരീര സുഗന്ധവും മുല്ലമാലയുടെ സൗരഭ്യവും കാന്തയുടെ കുജകുങ്കുമത്തോട് ചേർന്ന് ഇവിടെ വീശുന്നുവല്ലോ. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? നിനക്കും കൃഷ്ണവിരഹ വേദന ബാധിച്ചുവോ? ഹേ വൃക്ഷങ്ങളെ, ഞങ്ങളുടെ പ്രിയതമൻ ഇതുവഴി വന്നുവോ? നിങ്ങൾ ഫലങ്ങളോടുകൂടി ശിരസ് താഴ്ത്തി ചെയ്ത അഭിവാദനം രാമാനുജൻ സ്വീകരിച്ചില്ലെന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയുണ്ട്. കോമളാംഗിയായ പ്രിയയെ പ്രീതിപ്പെടുത്താൻ കുറേ ദൂരം വഹിച്ചു കൊണ്ടുപോയിരിക്കാം. അല്ലെങ്കിൽ തുളസി സൗരഭ്യത്താൽ ആകർഷിക്കപ്പെട്ട വണ്ടുകൾ പ്രിയതമയെ ബാധിക്കാതെ താമരപ്പൂ കൊണ്ട് വീശി നടന്നിരിക്കാം. അതിനാൽ നിങ്ങളെ കടാക്ഷിച്ചുവോ എന്നൊരു സംശയമുണ്ട്. ഈ വല്ലികളെ നോക്കുവിൻ. ഇവയെ ശ്രീകൃഷ്ണൻ കരനഖം കൊണ്ട് സ്പർശിച്ചിട്ടുണ്ട് നിശ്ചയം. അല്ലെങ്കിൽ ഇത്ര സ്പഷ്ടമായി അവ പുളകം കൊള്ളുകയില്ല. ഇപ്രകാരം കൃഷ്ണാന്വേഷണ കാതരകളായി ഉന്മത്തകളെ പോലെ ഭഗവാനെ സ്മരിച്ചും പറഞ്ഞും നടന്നു നടന്ന് ഗോപികൾ തളർന്നു. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.